ഇഞ്ചി എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്ന് കുമാരിയമ്മ 65 വയസ്സുള്ളൊരമ്മ തന്റെ 32കാരിയായ ജമുന എന്ന് പറയുന്ന മകളെയും കൂട്ടിയിട്ട് നേരെ കോഴിക്കോട്ടേക്ക് തീവണ്ടി കയറുകയാണ്. അമ്മ കോഴിക്കോട് വന്ന് വണ്ടി ഇറങ്ങി ആ മകളെയും കൂട്ടിയിട്ട് പിറ്റേ ദിവസം ഒരു വാടക വീട് എടുത്തു. അവര് വിറ്റ് പൊറുക്കി കൊണ്ടുവന്ന ക്യാഷൊക്കെ അവിടെ എടുത്തു വെച്ചു. എന്നിട്ട് ഓരോ മാസവും ഈ വീടിന്റെ വാടക അടച്ചു. അതിന്റെ കൂടെ തന്നെ ഈ ജമുന എന്ന് പറയുന്ന മകൾക്കുള്ള ആരോഗ്യകരമായ ചികിത്സകളൊക്കെ കോഴിക്കോട് വെച്ച് നടത്തി. കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോ കുമാരിയമ്മയുടെ കയ്യിലുള്ള പണം തീർന്നു. ജമുനയെ ജോലിക്ക് പറഞ്ഞേക്കാൻ വയ്യ. ജമുന എന്ന് പറയുന്ന മോള് രോഗിയാണല്ലോ. അപ്പൊ ഈ അമ്മ ഒരു പണി തീരുമാനിച്ചു. എന്ത്? കോഴിക്കോട്ടെ പല വീടുകളിലേക്കും ദിവസ വേലക്ക് വേഗം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ദിവസ കൂലിക്ക് ഈ അമ്മ കോഴിക്കോട്ടെ പല വീടുകളിലേക്കും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ അമ്മ കോഴിക്കോട്ടെ പല വീടുകളിലും ദിവസ വേലയ്ക്ക് വേണ്ടി പോയി. അവിടുന്ന് കിട്ടുന്ന ദൈനംദിന വരുമാനം ഉപയോഗിച്ച് ഈ വീടിന്റെ വാടക അടക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ കുറെ വീട്ടുകാരെ പരിചയപ്പെട്ടു. അതിൽ പെട്ടൊരു യുവതിയായിരുന്നു കോഴിക്കോട്ടുകാരിയായ ഫാബി അമ്മയുടെ അവസ്ഥകളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ ഫാബിക്ക് ഭയങ്കര ദൈന്യത തോന്നി അമ്മയോട്. അപ്പൊ ഫാബി അയൽക്കൂട്ടത്തിലും കുടുംബശ്രീയിലൊക്കെ ഉള്ള പെണ്ണുങ്ങന്മാരെല്ലാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു അമ്മ ജമുന എന്ന് പറയുന്ന മോളെയും കൂട്ടിയിട്ട് ഗിഞ്ചി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കുഗ്രാമത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ അമ്മയെ നമ്മളൊക്കെ സഹായിക്കണം. അങ്ങനെ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ജമുനയെ കോഴിക്കോട്ടെ മാലാപ്പറമ്പിലെ ഇക്കറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. തുടർ ചികിത്സകൾ അവിടെ വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഇവള് ഡയാലിസിസിന് പോകും. മാലാപ്പറമ്പിലെ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് കഴിഞ്ഞാൽ ജമുന തന്നെ സ്വമേധയാ ഒറ്റക്ക് തിരിച്ചു വരും. അമ്മ ജോലിക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ജമുന ഡയാലിസിസ് എല്ലാം കഴിഞ്ഞ് കോഴിക്കോട്ടെ മാലാപ്പറമ്പിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇടവഴിയിലൂടെ അവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് നടന്നു വരുമ്പോ പെട്ടെന്ന് അവൾക്ക് ഒരു തളർച്ചയുണ്ടാകുന്നു. അവൾ പിറകോട്ട് ബോധരഹിതയായി വീഴുന്നു. ഇത് കാണുന്നത് സുഹൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അവന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ച് സുഹൈൽ ഉടനെ തന്നെ അവന്റെ ഉമ്മ ജുവൈരിയെ വിളിക്കാൻ ഉമ്മയും സുഹൈലും വന്നിട്ട് ഈ ജമുനയെ വാരിയെടുത്ത് ഒരു ഓട്ടോറിക്ഷയിൽ കിടത്തിയിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കി ചികിത്സകളൊക്കെ ഇവര് കൊടുക്കുക. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ കഴിഞ്ഞപ്പോ കുമാരിയമ്മയുടെ കയ്യിൽ മരുന്ന് വാങ്ങാനുള്ള പണം തീർന്നുപോയി. അങ്ങനെ അമ്മ വിഷമിച്ച് കോഴിക്കോട്ടെ ബീച്ച് ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഔക്കർച്ച എന്ന് പറയുന്ന അബൂബക്കർക്ക അവിടെ വന്നിട്ട് ഈ അമ്മയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? മലയാളിയുടെ സ്വഭാവം. ഒരു അമ്മ കരയുന്നത് കണ്ടപ്പോ അതിന്റെ കാരണം തിരക്കി ഒരു മലയാളി, ഒരു കോഴിക്കോട്ടുകാരൻ. അപ്പൊ ഈ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഔക്കർച്ച ഉടനെ തന്നെ തന്റെ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിലുള്ള ഒരു 8-10 ആൾക്കാരെ വിളിച്ചിട്ട് തുടർ ചികിത്സകൾക്ക് എല്ലാം സൗജന്യമായിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കുക. മനോഹരമായിട്ട് ആ കാര്യങ്ങളൊക്കെ നടന്നു. ഒരു ദിവസം വീണ്ടും ആഴ്ചകൾ പിന്നിട്ടപ്പോ ഡയാലിസിസ് കഴിഞ്ഞ് വന്ന ജമുന അമ്മയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യാണ്. അപ്പൊ ആരാണ് അടിക്കുന്നത് എന്ന് നോക്കുമ്പോ ഔക്കർച്ചയാണ്. ഔക്കർച്ചയുടെ പേര് കുമാരിയമ്മ സേവ് ചെയ്ത് വെച്ച എന്താ അറിയോ? കടവുള അബൂബക്കർ. ഞാൻ കണ്ട ദൈവം ഇയാളാണ്, കടവുള അബൂബക്കർ. അത് ഈ മോൾക്ക് വല്ലാത്ത ആശ്ചര്യം ഉണ്ടാക്കി. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കോഴിക്കോട്ടുകാരെല്ലാരും കൂടിയിട്ട് അതിൽ ബഷീറുണ്ട്, മനാഫുണ്ട്, അജേഷ് ഉണ്ട്, ഇവരെല്ലാരും വന്നിട്ട് കുമാരിയമ്മയുടെ മകളായ ജമുനയ്ക്ക് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള മൃതസഞ്ജീവനി പദ്ധതിയുണ്ട് സർക്കാരിന്റെ. അത് സൗജന്യമായിട്ട് കിട്ടുന്ന ട്രാൻസ്പ്ലാന്റേഷൻ. അതിലേക്ക് രജിസ്റ്റർ ചെയ്തു. അതിനൊരുപാട് പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കണം. കാരണം അവർ മലയാളികളല്ല. ആ കാര്യങ്ങളൊക്കെ കോഴിക്കോട്ടുകാര് സ്വതസിദ്ധമായി അവരുടെ സ്നേഹത്തിന്റെ ശൈലിയിൽ ചെയ്തു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് പക്ഷേ സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതിക്ക് കാത്തു നിൽക്കാതെ ഒരു ദിവസം ജമുന എന്ന് പറയുന്ന പൊന്നുമോള് എന്നേക്കുമായി നിത്യതയിലേക്ക് കണ്ണടച്ചു പോയി. അവൾ മരിച്ചപ്പോ കുമാരിയമ്മ അവൾ അടുത്തിരുന്ന് ഇങ്ങനെ കരയാൻ. അമ്മയുടെ ലക്ഷ്യം എന്താ? ഇനി എന്താ അമ്മയുടെ അഭിലാഷം? അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ മോളേതായാലും എന്റെ കയ്യിൽ നിന്ന് പോയി. എന്റെ ജനക പോയ വഴിയെ എന്റെ ജമുനയും പോയി. ഇനി എന്റെ ജമുനയുടെ മൃതദേഹം അവൾ ജനിച്ചു വളർന്ന് പിറന്നു വീണ ഗിഞ്ചി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് ഹോസ്പിറ്റൽ അധികൃതർ ഭീമാകാരമായ ഒരു ബില്ല് കൊണ്ടുപോയി കൊടുത്തത്. ഈ ബില്ല് അടക്കാതെ മൃതദേഹം വിട്ടുകൊടുക്കില്ല. 3.5 ലക്ഷം രൂപയാണ് ആശുപത്രി ബില്ല്. അപ്പോഴാണ് വീണ്ടും ബഷീറും മനാഫും ഫാബിയും സുഹൈലും ജുവൈരിയയും നമ്മൾ ഔക്കർച്ചയൊക്കെ വന്നിട്ട് സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രി അധികൃതരോട് ഈ വിഷയം പറയുന്നത്. ഹോസ്പിറ്റൽ അധികൃതർ ഈ കഥ അറിഞ്ഞ ഉടനെ തന്നെ പ്രിയപ്പെട്ട കുമാരിയമ്മയുടെയും അമ്മയുടെ മകളുടെയും പേരിലുള്ള ഈ ബില്ല് 3.5 ലക്ഷം രൂപ
യാതൊരു നിബന്ധനയും ഇല്ലാതെ എഴുതി തള്ളി അത് ഞങ്ങൾ സൗജന്യമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ. അപ്പൊ ഈ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ കുളിർക്കാറ്റ് വീശിയാൽ ഒരു ഭാഗത്ത് മകള് പോയ നൊമ്പരുണ്ടെങ്കിലും ആ നൊമ്പരത്തെയൊക്കെ അതിജയിച്ചിട്ട് കേരളീയൻ മലയാളി കോഴിക്കോട്ടുകാരൻ പകർന്നു നൽകിയ സ്നേഹത്തിന്റെ തിരമാലകള് അമ്മയുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ വന്നിട്ട് ഇങ്ങനെ അലതല്ലുകയാണ്. അമ്മ പറഞ്ഞു, എന്റെ അഭിലാഷത്തിൽ ഒന്ന് പൂവണിഞ്ഞു, ഇനി എന്റെ മോളെ കൊണ്ടുപോകണം. എങ്ങോട്ട്? തമിഴ്നാട്ടിലെ ഗിഞ്ചിയിലേക്ക്. 700 കിലോമീറ്റർ ആംബുലൻസ് ഇവിടെ നിന്ന് പോകണമെങ്കിൽ 10,000 എണ്ണിക്കൊടുക്കണം. അമ്മയുടെ കയ്യില് നയാ പൈസ ഇല്ല, അമ്മയുടെ മടിശീല ശൂന്യമാണ്. അതറിഞ്ഞ കോഴിക്കോട്ടുകാര് വീണ്ടും ഒരുമിക്കാൻ അമ്മയുടെ മകളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസിന്റെ മുഴുവൻ വാടകയും ഞങ്ങൾ വഹിക്കാമെന്ന് അവർ തീരുമാനിച്ചു, ഏറ്റെടുത്തു. വാഹനം അവിടെ വന്നു നിന്നു. സ്ട്രക്ചറിൽ മകളുടെ മൃതദേഹം കിടത്തി. അതിന്റെ അപ്പുറത്തെ പാർശ്വഭാഗത്ത് 65-കാരിയായ കുമാരിയമ്മ ഇരുന്ന് സൈറൺ മുഴക്കി. അന്ന് രാത്രി മാലാപ്പറമ്പ് ഇക്ര ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് നിന്ന് 700 കിലോമീറ്റർ ലക്ഷ്യം വെച്ചിട്ട് തമിഴ്നാട്ടിന്റെ ഗിഞ്ചി ഗ്രാമത്തിലേക്ക് ഒരു ആംബുലൻസ് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആംബുലൻസിന്റെ പിറകിലുണ്ടായിരുന്നു ഒരു കാറ്, ഹെഡ്ലൈറ്റ് ഇട്ട ഒരു കാറ്. ആരാണ് ആ കാറിന്റെ വളയം പിടിച്ചത്? കോഴിക്കോട്ടെ ചെറുപ്പക്കാരനായ സുഹൈലായിരുന്നു. ആരാണ് ആ കാറിന്റെ മുൻസീറ്റിൽ ഇരിക്കുന്നത്? സുഹൈലിന്റെ ഉമ്മയാണ്. ആരാണ് ഇവർ രണ്ടുപേരും? ഒരു ദിവസം ഈ ആംബുലൻസിൽ കിടക്കുന്ന മൃതദേഹമായ ജമുന വഴിയരികിൽ തളർന്നു വീണപ്പോ അവളെ ചേർത്ത് നിർത്താനും മാറോട് ചേർക്കാനും ഓടി വന്ന ഉമ്മയും മോനുമാണ്. എവിടേക്ക് അവര് പോകണത്? ഈ ആംബുലൻസ് താണ്ടുന്ന 700 കിലോമീറ്റർ താണ്ടാൻ കോഴിക്കോട്ടെ ആ ഉമ്മയും മകനും തീരുമാനിക്കാൻ. കാരണം അവർ ഞങ്ങൾക്ക് ഉടപ്പറപ്പുകളെ പോലെയാണ്. ഞങ്ങൾ അവരുടെ ദൈന്യത നേരിട്ട് കണ്ടവരാണ്. അവിടെ പിറ്റേ ദിവസം പ്രഭാതത്തിലാണ് ഇവർ എത്തിച്ചേരുന്നത്. കുഴിമാടത്തിലേക്ക് പ്രിയപ്പെട്ട ജമുനയുടെ മൃതദേഹം വിലാപയാത്രയായി ഇറക്കി വെക്കുമ്പോ, അന്ത്യകൂദാശകൾ നടക്കുമ്പോ, ഔപചാരികമായ ശേഷക്രിയകൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത് അതിനുള്ള ചെലവുകളും അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് എല്ലാം മംഗളകരമായി പര്യവസാനിച്ചതിന്റെ ശേഷമാണ് സുഹൈലിന്റെ ഉമ്മയായ ജുവൈരിയയും തിരിച്ചു കോഴിക്കോട്ടേക്ക് വരുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കഥാപാത്രമായ കുമാരിയമ്മ ഒരു വാക്ക് പറഞ്ഞു ഗിഞ്ചി ഗ്രാമനിവാസികളോട്. ഗ്രാമനിവാസികളെ, ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിൽ ജനിച്ചവളാണ്, വളർന്നവളാണ്. എന്റെ 2 മക്കളെയും ദൈവം വിളിച്ചു അവനിലേക്ക്. ഇപ്പൊ ഞാൻ ഏകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ, ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ. എന്റെ പറമ്പും സ്വത്തൊക്കെ വിറ്റ് എന്നേക്കുമായി ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാൻ. ഇനി ഞാൻ തിരിച്ചു വരില്ല. എങ്ങോട്ടാണ് അമ്മ രണ്ടാമതും പോന്നത്? വീണ്ടും ആ അമ്മ കയറി 700 കിലോമീറ്ററുകൾക്കുള്ള കേരളത്തിലേക്ക് മറ്റൊരു തീവണ്ടി. ഇന്ന് നമ്മളുടെ കൂട്ടത്തിൽ ഒരാളായി ശിഷ്ടകാലം മുഴുവൻ എനിക്ക് സ്നേഹം തന്ന, സ്നേഹം എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് ആധ്യാത്മികമായി ജീവിതക്രമത്തിലൂടെ എന്നെ പഠിപ്പിച്ച മലയാളിയുടെ കൂടെ, കോഴിക്കോട്ടുകാരുടെ കൂടെ ഒരാളായി ഞാൻ ജീവിക്കും, അവരിൽ ഒരാളായി ഞാൻ മരിക്കും എന്ന പ്രതിജ്ഞ എടുത്തിട്ട് അമ്മ ഇന്ന് കോഴിക്കോട്ട് നമ്മളിൽ ഒരാളായി ജീവിക്കുകയാണ്. ഈ ആത്മബോധം കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടതും കേരളത്തിലേക്ക് വരുമ്പോ അത് എവിടെ നിന്നൊക്കെയോ മറ്റുള്ളവരിലേക്ക് വിരുന്നു വരുന്നതും എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചാന്ദിനി എന്ന് പറയുന്ന 5 വയസ്സുകാരിയായ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങളുടെ മോള് ആലുവയിൽ വെച്ചിട്ട് ഒരു നരാധമന്റെ പീഡനങ്ങൾക്ക് ഇരയായിട്ട് മരിച്ചുപോയി എങ്കിൽ ചാന്ദിനിയുടെ പേരിൽ മലയാളി ദുഃഖിച്ചു എന്ന് മാത്രമല്ല, ചാന്ദിനിയോടും അവിടുത്തെ കുടുംബത്തോടും നീതി ചെയ്യുന്നതിന്റെ ഭാഗമായി ആദരസൂചകമായി ചാന്ദിനിയുടെ അച്ഛനമ്മമാർക്ക് ഇനി നിർഭയത്വത്തോടുകൂടെ അന്തിയുറങ്ങാൻ ഒരു വീടൊരുക്കി കൊടുക്കാൻ മലയാളി മുന്നോട്ട് വന്നപ്പോ കേരളത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ മുഴുവൻ ചൂടോട് ചർച്ച ചെയ്യപ്പെടാൻ. നമ്മളെങ്ങാനും പുറത്തായിരുന്നു ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ നമ്മളെ തിരിഞ്ഞോക്കാൻ ആളുണ്ടാവില്ല, നമ്മളെ കേസ് നടത്താൻ ആളുണ്ടാവില്ല. ഇവിടെ എല്ലാം മംഗളകരമായി ചെയ്തു കൊടുത്തു, ആശ്വസിപ്പിച്ചു. അവർക്ക് നല്ലൊരു ഭവനം വെച്ചു കൊടുക്കാൻ വിശാല മനസ്കതയുള്ള മലയാളി മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഐതിഹാസികമായ ഇത്തരം കഥകളെയാണ് കാണേണ്ടത്. അവരിപ്പോഴും പലപ്പോഴും തൊപ്പിമാരുടെ പുറകെയാണ്. ഇൻസ്റ്റയിൽ മാത്രം 7.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള തൊപ്പിമാരാണ്
ആരാണ് ഞങ്ങളുടെ റോൾ മോഡൽ എന്ന് സ്കൂളിന്റെ 4ാം ക്ലാസിന്റെ ബെഞ്ചിൽ ഇരുന്നിട്ട് നാഴികയ്ക്ക് 40 പ്രാവശ്യം സർവിത സർവണം ചെയ്ത് 8 ദിക്കും പൊട്ടുമാർ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന അഭിനവ മക്കൾക്ക് ആർദ്രമായ ചാന്ദിനിയുടെ കഥ പറഞ്ഞു കൊടുക്കണം. മഹേഷ് കൊന്നു കുഴിച്ചുമൂടിയ നക്ഷത്രമോളുടെ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ തിരിച്ചറിയണം, ലഹരി എന്നൊരു തലമുറയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് എന്ന് പറയുന്ന ഈ 36 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ 6 വയസ്സുകാരിയായ